Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ത്രസിപ്പിക്കുന്ന മായിക ലോകം നാടിന് സമർപ്പിക്കുന്നു. ഈ വരുന്ന മെയ് 23-ാം തീയതി കാലത്ത് 9 മണിക്ക് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഫൺ സിറ്റി പാർക്ക്, വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സൂര്യകാന്തി പൂക്കാലം തീർത്ത ചെറുക്കോട് സ്വദേശി പൊറ്റേൽ സീമാവുവിന്റെ 5ാമത്തെ സൂര്യകാന്തി പാടം പ്രദർശനത്തിനൊരുങ്ങി. വണ്ടൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ ചെറുക്കോട് 28-ലാണ് സൂര്യകാന്തി വിരിഞ്ഞ് കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത്. ഗുണ്ടൽപേട്ടയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സീമാമോന് അവിടെ സൂര്യകാന്തി പൂത്തുനിൽക്കുന്നത് കാണാൻ നിരവധി ആളുകൾ എത്തിയതോടെയാണ് നാട്ടിൽ സൂര്യകാന്തി തോട്ടം ഒരുക്കണമെന്ന മോഹം ഉദിച്ചത്. ഗുണ്ടൽപേട്ടയിൽ നിന്ന് വിത്തുകൾ എത്തിച്ചാണ് കൃഷി. പൂക്കോട്ടുംപാടം, മമ്പാട്, പേലിപ്പുറം, മഞ്ചേരി, മുട്ടിപ്പാലം എന്നിവിടങ്ങളിൽ സൂര്യകാന്തി കൃഷി വിജയമായതോടെയാണ് ചെറുകോട് 28-ൽ കൃഷിയൊരുക്കിയത്. ഇത് നമ്മുടെ നാട്ടുകാരായ എൻ്റെ 3 സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു സംരംഭമാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ഗുണ്ടൽപേട്ട ഫീൽ ചെയ്തു. പൂവുകളൊക്കെ നന്നായി വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പൊരു പരിപാടി ഇവർ 1-2 സ്ഥലത്ത് നടത്തിയതും അത് വമ്പിച്ച വിജയമായി. ഇത് ഈ വേനൽക്കാലത്ത് നാട്ടുകാർക്കൊരു ആഘോഷമാക്കി മാറ്റുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഫോട്ടോസും എൻഗേജ്മെൻറ്റ് ഫോട്ടോസൊക്കെ നടത്തുന്നുണ്ട്. എല്ലാവരും വന്ന് വിജയിക്കുക. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ ഒരാശ്വാസം കിട്ടും. എല്ലാവരും വരിക. ഇത്തവണ സുഹൃത്തുക്കളും നാട്ടുകാരുമായ CP ഉമ്മർ, ചെറിയാപ്പ, ഏലംകുളം എന്നിവരും സൂര്യകാന്തി കൃഷിയിൽ കൂട്ടിനുണ്ട്. പ്രദർശന ലക്ഷ്യത്തോടെയാണ് 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷിയൊരുക്കിയത്. വരുമാനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നതാണ് ഈ സൂര്യകാന്തി കൃഷിയുടെ സൗരഭ്യം. ചെറിയ ഫീസ് നിരക്കോടെയാണ് കാഴ്ചക്കാർക്ക് പ്രവേശനം അനുവദിക്കുന്നത്. സൂര്യകാന്തി തോട്ടം എന്നൊക്കെ പറയുന്നത് കേരളത്തിന് പുറത്ത് പോയിട്ട് നമ്മൾ കാണുന്ന ഒരു സാഹചര്യമാണ്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് ഇവിടെ തന്നെ നമ്മളെ ചെറുകോട് ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾക്ക് വന്ന് കാണാനും വണ്ടി പാർക്കിംഗ് എല്ലാം ഉണ്ട്. എല്ലാവരും ഈ സൂര്യകാന്തി തോട്ടം ഇവിടെ വന്ന് ഇത് കണ്ട് ഇയാളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചാരിറ്റി പ്രവർത്തനമാണ്. അല്ലാതെ ഇത് അയാളൊരു ബിസിനസ്സായിട്ടല്ല ഇത് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിനുള്ള ചെലവുകൾ കഴിച്ചിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ള നിലക്കാണ് ഇദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് സഹകരിച്ച് ഫാമിലിക്കൊക്കെ പ്രത്യേകിച്ച് വന്ന് കാണാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. ഫോട്ടോ ഒക്കെ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ നടന്ന് കുട്ടികൾക്കൊക്കെ ഓടി നടന്നെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പ്രോത്സാഹിപ്പിക്കുക. കൃഷിക്ക് ചിലവായ തുക ലഭിച്ചാൽ പിന്നീട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാൻ ക്ലബ്ബുകൾക്കും സന്നദ്ധ കൂട്ടായ്മകൾക്കും പൂന്തോട്ടം പ്രദർശനത്തിന് വിട്ടു നൽകും. 2 ഏക്കറിലാണിത്. 2 ഏക്കറിലാണ് ഞങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 3 പേര് ചേർന്നിട്ടതാണ്. തമിഴ്നാട്ടിൽ നിന്ന് പരിപ്പ് കൊടുത്തിട്ട് ഒരു 2 മാസത്തോളം ഇതിൻ്റെ അധ്വാനത്തിൻ്റെ പിന്നിൽ ഉണ്ടായതാണ്. നല്ല വരൾച്ചയായിരുന്നല്ലോ, അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. പിന്നെ ചെറുകോട് 28-ലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ലാഭവിഹിതം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചാരിറ്റിക്കാണ് ഉപയോഗിച്ചത്. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. CBSE സിലബസിൽ അധിഷ്ഠിതമായ പഠനരീതികൾ. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് pre-KG, LKG ക്ലാസ് മുതൽ 12 വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു. ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഫിലിയേറ്റഡ് ടു CBSE ന്യൂഡൽഹി, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ.